തംബ്നെയിലിൽ കണ്ട പോലെ ഒരൊറ്റ സ്കെയിൽ മതി ഏത് നെക്കും അടിപൊളിയാക്കാൻ. ശരിയാണ്, ഒരൊറ്റ സ്കെയിൽ ഉണ്ടെങ്കിൽ ഏത് നെക്കും നമുക്ക് അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാം. കണ്ടോട്ടാ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസാണ് കേട്ടോ. ക്രോസ് പീസ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ബിഗിനേഴ്സിനാണെന്ന് ഞാൻ പ്രത്യേകം എല്ലാ ക്ലാസ്സിലും എടുത്ത് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ അറിവുള്ളവരാണെങ്കിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം, കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു സ്കെയില് ആവശ്യമാണ്. സ്കെയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളയാതെയും ബുദ്ധിമുട്ടില്ലാതെയും നമുക്ക് വെട്ടിയെടുക്കാം. ശരിക്കും ക്രോസ് പീസ് പല രീതിയിൽ എടുക്കും കേട്ടോ. ക്രോസ് പീസ് ബ്ലൗസിനൊക്കെ എടുക്കണം 3/4 ഇഞ്ചാണ്. പിന്നെ കഴിവുള്ളവർ, ഒന്നും കൂടി കഴിവുള്ളവർ വേണമെങ്കിൽ 1/2 ഇഞ്ചിൽ അടിക്കും കേട്ടോ. പിന്നെ ഈ സ്കെയിലെന്ന് പറയുമ്പോൾ 1.25 ഇഞ്ച് വീതിയൊക്കെ വരും കേട്ടോ. നോക്കിക്കേ, 1.25 വരും സ്കെയിലെന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു സ്ക്വയർ ആയിട്ടുള്ള ഭാഗമല്ലേ. ഞാനൊരു പഴയ മുണ്ടിലാണ്ടെങ്കിൽ ഇത്രയും ദിവസമായിട്ട് കാണിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളും പുതിയ തുണി തന്നെ ഉപയോഗിക്കണം എന്നില്ല, പഴയത് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ പഴയതിൽ ഇതേപോലെ താഴ്ഭാഗം ഇങ്ങനെ കാണാം. താഴ്ഭാഗമല്ല, ഏത് തുണിയാണെങ്കിലും ഇതേപോലെ ക്രോസ് പീസ് ആണെങ്കിലും നമ്മൾ ഇതിനെ ചരിച്ച് വെക്കണം. ചരിച്ച് വെക്കുന്ന സമയത്ത് ഇത് കണ്ട സ്കെയിലിരിക്കണം. നോക്കിക്കേ, സ്കെയിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വരക്കാൻ എളുപ്പമാണ്. നോക്കിക്കേ, ഇങ്ങനെ നമുക്ക് പേൻ ഉപയോഗിച്ച് വരച്ചെടുക്കാം. എന്നിട്ട് ഇപ്പുറവും വരക്കണം അതേപോലെ തന്നെ. അപ്പൊ ഇങ്ങനെ വരക്കുന്ന സമയത്ത് നമുക്ക് തെറ്റുകൂടാതെ നമുക്ക് വരച്ചെടുക്കാം. അപ്പൊ അടുത്തത് വെക്കുന്ന സമയത്ത് ഈ വരന്റെ ഇപ്പുറത്തായിട്ട് വേണം സ്കെയിൽ വെക്കാനായിട്ട്, കറക്റ്റ് പൊസിഷനിൽ തന്നെ കേട്ടാ. അങ്ങനെ വേണം വെക്കാനായിട്ട്. എന്നിട്ട് നോക്കിക്കേ, ഇതേപോലെ അടുത്തതും ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കണം. വരച്ചതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കാം. ഈ ക്രോസ് പീസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇത് നോക്കിക്കേ, ഇങ്ങനെ പിടിച്ചാൽ ഇത് കണ്ട വലിയൂല. നോക്കിക്കേ, നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റബ്ബർ വലിയണ പോലെ അങ്ങോട്ട് വലിയും. അതാണ് ക്രോസ് പീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് സ്ക്വയർ നെക്കിനാണെങ്കിലും റൗണ്ട് നെക്കിനാണെങ്കിലും ആലില ഏത് നെക്കിനാണെങ്കിലും ക്രോസ് പീസ് നമുക്ക് പെട്ടെന്ന് കഴുത്ത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെച്ചു കൊടുക്കാം. നമുക്കപ്പോൾ ഇത് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. 2 ദിവസമായിട്ട് സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് തൊണ്ടയിലൊക്കെ കിച്ച് ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ കാർപ്പിക്കണം കേട്ടോ. ആരൊന്നും വിചാരിക്കരുത്. നമ്മൾ ഈ ക്രോസ് പീസ് ഇങ്ങനെ പീസായിട്ട് ചിലപ്പോൾ ചെറിയ പീസിൽ നിന്നൊക്കെ കിട്ടുള്ളൂ കേട്ടോ നമുക്ക്. അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ വലിയ തുണിയായതുകൊണ്ട് എനിക്ക് കാണിക്കാനും എളുപ്പമാണ്, നിങ്ങൾക്ക് കാണാനും എളുപ്പമാണ് വലിയ തുണിയായതുകൊണ്ട് കേട്ടോ. ഇത് കണ്ട, ഇതേപോലെ നമുക്ക് ഈ പീസിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മേക്സി തയ്ക്കുന്ന സമയത്ത് പുറകിൽ 2 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ നെക്ക്. അപ്പം നമ്മൾ ഇപ്പം നെയ്റ്റി നമ്മൾ യൂണിറ്റിൽ നിന്ന് തയ്ക്കാനെടുക്കുന്ന സമയത്തും ഇതേപോലെ ക്രോസ് പീസൊക്കെ ഫ്രണ്ടിൽ നിന്ന് വെട്ടിയ നെക്കിൽ നിന്നുമാണ് ബാക്കിലേക്ക് ക്രോസ് പീസ് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ പീസുകൾ ഉണ്ടാവുള്ളൂ. വളരെ ചെറിയ പീസുകൾ ചേർത്ത് വെച്ച് വേണം കൊടുക്കാനായിട്ട്. എന്നാലും മാത്രമേ നമുക്ക് ആ ക്രോസ് പീസ് ജോയിൻ ചെയ്ത് കഴുത്തിന് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വലിയ പീസായതുകൊണ്ട് എനിക്ക് കാണിക്കാൻ എളുപ്പമാണ്, എന്നാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ നെയ്റ്റിയുടെ കാര്യം. ഇത് കണ്ട, ഇതിനി ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇത് ഓൾറെഡി ഇവിടെ ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ഇതും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഓൾറെഡി വെട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളിത് വെക്കേണ്ടത് ഇത് കണ്ട, ഒരു പോയിന്റ് ഇങ്ങോട്ടും ഈ വാല് കണ്ട, വാലുകൾ തമ്മിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് കറക്റ്റ് വരുന്നത്. നോക്കിക്കേ, നീണ്ടു നിൽക്കുന്ന വാല്, അതായത് ഇതിൻ്റെ വാലും ശ്രദ്ധിച്ച ഇത് കുറവും ഇതും കുറവുമാണ്. അപ്പം ഈ 2 ഓപ്പോസിറ്റ് സൈഡിൽ വേണം വരാനായിട്ട്. ചുരുക്കി പറഞ്ഞത്, ഇതിന് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റൂല. ചിലവർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തയ്യൽ കൊടുക്കും കേട്ടോ. പക്ഷെ അത് ക്ലിയർ ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കണ്ട, അപ്പോഴും ഇങ്ങനെ കിട്ടും ക്രോസ് പീസ്. പക്ഷെ കറക്റ്റായിട്ടുള്ള ക്രോസ് പീസിനെ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഇങ്ങനെ ചരിച്ച് വെക്കണം. നോക്കിക്കേ, അപ്പം ഇതിന് കുറച്ച് വാല് കൂടുതലാണ്. അപ്പം നമ്മൾ ഒന്നും കൂടി ഇതിനൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കണം.
എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇത് നോക്കിക്ക് വി പോലെ നിൽക്കും. കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റൂട്ടോ. ഇത് കണ്ട, ഇതിങ്ങനെ വി പോലെ നിൽക്കണം. വി പോലെ നിന്നിട്ട് നമ്മളിതൊരു 1/4 ഇഞ്ചിൽ ഫുഡ് പ്രഷറിൻ്റെ അളവിൽ വേണം. ഫുഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ഞാൻ മെഷീൻ പരിചയപ്പെടുത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഫുഡ് പ്രഷറിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന്. അപ്പോൾ ആ അളവിൽ വേണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുന്നി കാണിക്കുന്നുണ്ട്. തുന്നി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മെഷീനിലേക്ക് കയറുന്നില്ല, ചെറിയ പീസായതുകൊണ്ട് മെഷീനിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് കെട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ ജസ്റ്റ് ഒരു ഫുഡ് പ്രഷറിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു 1/4 ഇഞ്ചിനേലും കുറച്ച് കുറയും. അതാണ് ഫുഡ് പ്രഷറിൻ്റെ അളവ്. അപ്പം ഞാനിതിങ്ങനെ തുന്നിയെടുക്കണേണ്. മെഷീൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഫുഡ് പ്രഷറിൻ്റെ അളവിൽ തുന്നിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ മറിച്ച് കൊടുക്കണം. മറിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് തേപ്പട്ടി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, നമ്മളിവിടെ തയ്ച്ച് കഴിയുമ്പോഴുണ്ടല്ലോ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. മുകൾ ഭാഗത്ത് തയ്ക്കുന്നവരാണെങ്കിൽ, മെഷീനിൽ തയ്ക്കുന്നവരാണെങ്കിൽ 2 കെട്ടിട്ട് കൊടുക്കണം. കാരണം ഇത് മറിക്കുന്ന സമയത്ത് ആ വശം, ഈ മുകൾ അപ്പുറം ഇപ്പുറം വശം ഉണ്ടല്ലോ, അത് വിട്ടുപോരും. അതുകൊണ്ടാണ് അവിടെ കെട്ടിട്ട് കൊടുക്കണമെന്ന് പറയണത്. ഇത് കണ്ട, ഇതിന് ഞാനിങ്ങനെ നിവർത്തുന്ന സമയത്ത് ഇതാണ് ക്രോസ് പീസായിട്ട് കിട്ടുന്നത്. ഇത് തുന്നിയത് കൊണ്ട് കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ട് കേട്ടോ. നേരെ മറിച്ച് മെഷീനിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ വെട്ടിക്കളഞ്ഞ പോലെ നിങ്ങൾ വെട്ടിക്കളയരുത്. ഇത് കണ്ട, ഇതേപോലെ കിട്ടും. അപ്പോൾ ഇത് നല്ല സ്ട്രെച്ചബിളായിട്ട് ഇങ്ങനെ വലിയും. അപ്പോൾ ചെറുതായിട്ട് വലിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ നെക്കിലൊക്കെ വെച്ച് തയ്ച്ച് എടുക്കുന്നത്. അപ്പം നല്ല ഭംഗിക്ക് പൈപ്പിങ് കിട്ടും. പിന്നെ നമ്മൾ ഡോരി ഉണ്ടല്ലോ, ഡോരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറിൻ്റെ ബേക്കിലൊക്കെ വള്ളി കെട്ടാൻ ഉപയോഗിക്കില്ല. അത് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പഠിച്ച നാടയില്ലേ, നാട ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഈ ക്രോസ് പീസ് ഉപയോഗിച്ച് ഉള്ളിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കും ഫുഡ് പ്രഷറിൻ്റെ അളവിൽ. എന്നിട്ട് നമ്മൾ ഇതൊരു കനമുള്ള നൂല് ഉപയോഗിച്ച് ഇത്തിരി വണ്ണമുള്ള സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മറിച്ചെടുക്കണത്. അപ്പം ഈ പീസ് ഉണ്ടോ, നമ്മൾ ഈ തയ്ച്ചെടുത്ത പീസ് ഇതേപോലെ നമ്മളിങ്ങനെ നിവർത്തിയിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളെ പൈപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പം ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും ചെറിയ തയ്യലൊക്കെ ഞാനിത് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടില്ലാതെ തയ്ച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.